കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് രംഗത്തെ നൂതനമായ മാറ്റങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കൺവെൻഷൻ അടിമാലിയിൽ നടന്നു. പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടന്ന കൺവെൻഷൻ സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി.എസ്. ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു. സിഒഎ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ അധ്യക്ഷത വഹിച്ചു. കുത്തകകളുടെ കടന്നുകയറ്റം തടയുന്നതിൽ സിഒഎ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് നേതാക്കൾ പറഞ്ഞു. കേരളത്തിന്റെ ആശയവിനിമയ വാർത്താ വിതരണ രംഗത്ത് ജനകീയ പ്രവർത്തനങ്ങളിലൂടെ ഇതിനോടകം ശ്രദ്ധ നേടിയ പ്രസ്ഥാനമാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. ബഹുരാഷ്ട്ര കുത്തകകൾക്കും കോർപ്പറേറ്റ് കമ്പനികൾക്കും ജനകീയ ബദൽ എന്ന മുദ്രാവാക്യം ഉന്നയിച്ചാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ സിഒയുടെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാവുകയാണ്. ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരുടെ സംരംഭങ്ങളായ കേരള വിഷൻ ചാനലുകളും ബ്രോഡ്ബാൻഡുകളും മറ്റ് സംരംഭങ്ങളും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ദേശീയ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഈ അവസരത്തിലാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ കൺവെൻഷനുകൾ സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ കൺവെൻഷൻ അടിമാലി പഞ്ചായത്ത് ടൗൺ ഹാളിലാണ് നടന്നത്. സിഒഎ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ പതാക ഉയർത്തിയതോടെ കൺവെൻഷന് തുടക്കമായി. സിഒഎ ജില്ലാ കമ്മിറ്റി അംഗം ജിമ്മി ടോം സ്വാഗതം പറഞ്ഞു. സിഒഎ ജില്ലാ കമ്മിറ്റി അംഗം ബിജു പോലോസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. തുടർന്ന് വിവിധ കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് നടന്നു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ സിഒഎ ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ അധ്യക്ഷത വഹിച്ചു. കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് രംഗങ്ങൾക്ക് പുറമെ മറ്റു മേഖലകളിലേക്ക് കൂടി ബിസിനസ് വ്യാപിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേബിൾ ടി വിയിലും ഇൻ്റർനെറ്റിലും മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ആളുകളല്ല ഓപ്പറേറ്റർമാരെന്ന് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെല്ലാവരും എത്തേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിനെ അതിന് തയ്യാറാക്കേണ്ടതുണ്ട്. നമുക്ക് മറ്റ് ബിസിനസ്സുകളിലേക്ക് കാലൂന്നേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിന് നമ്മളെല്ലാം പ്രാപ്തരാക്കുന്നതിനും നമുക്ക് സമയങ്ങൾ ഉണ്ടാകുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് സംഘടന ഇപ്പോൾ ക്ലസ്റ്റർ എന്ന ഒരു സംവിധാനത്തെ കൃത്യമായി ഊന്നി പറഞ്ഞുകൊണ്ട് അതിലേക്ക് ഓപ്പറേറ്റർമാർ എത്രയും വേഗം മാറണം എന്ന് പറയുന്നത്. സമ്മേളനം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി.എസ്. ജ്യോതികുമാർ ഉദ്ഘാടനം ചെയ്തു. കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് രംഗത്ത് കുത്തക കമ്പനികൾ ഉയർത്തുന്ന വെല്ലുവിളികൾ അതിജീവിക്കുവാൻ നമുക്ക് കഴിയണമെന്ന് അദ്ദേഹം പറഞ്ഞു. കൂട്ടായ പ്രവർത്തനത്തിലൂടെ കോർപ്പറേറ്റ് കമ്പനികളുടെ വെല്ലുവിളി ഇല്ലാതാക്കാനാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനായി നെറ്റ്വർക്കുകൾ ആധുനികവൽക്കരിച്ച് കൂടുതൽ ശക്തി ആർജിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇനിയുള്ള കാലവും നമ്മുടെ നെറ്റ്വർക്കിനെ നമുക്ക് ഇതേ രീതിയിൽ കൊണ്ടുപോകാൻ കഴിയില്ല. ഒന്ന്, സ്റ്റാഫുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഈ മേഖലയിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. സ്റ്റാഫിനെ കിട്ടാനേ ഇല്ല. പല സ്ഥലങ്ങളിലും നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമുക്ക് കിട്ടാനേ ഇല്ല. പല സ്ഥലത്തും കിട്ടാൻ ഇല്ലെങ്കിൽ നമ്മൾ മറ്റു സ്റ്റേറ്റിലുള്ള നമ്മളിപ്പോൾ ബംഗാളി എന്ന് പറയുന്ന അതുപോലെ അവരെയൊക്കെ കൊണ്ട് നമുക്ക് തൊഴിലെടുക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ അവരെയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എല്ലാ വീടുകളിലും ഏത് സമയവും കയറി ചെല്ലാൻ കഴിയുന്ന ആൾക്കാർ എന്ന നിലയിൽ അവരെയൊന്നും നമുക്ക് ഇത്തരത്തിലുള്ള വീടുകളിലേക്ക് നമുക്ക് പറഞ്ഞു വിടാൻ കഴിയില്ല. സിഒഎ ജില്ലാ സെക്രട്ടറി അനീഷൻ ജില്ലാ പ്രവർത്തന റിപ്പോർട്ടും സിഒഎ ജില്ലാ ട്രഷറർ ഷാജി സി ജോസഫ് ജില്ലാ സാമ്പത്തിക റിപ്പോർട്ടും സിഒഎ ജില്ലാ കമ്മിറ്റി അംഗം ബിജോയ് എസ് ബിസിനസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു. ക്രെഡൻഷ്യൽ റിപ്പോർട്ട് സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ കെ ഡാനിയൽ അവതരിപ്പിച്ചു. സിഒഎ സംസ്ഥാന സെക്രട്ടറി സിബി പി എസ്, സിഒഎ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രജനീഷ് പി എസ്, സിഡ്കോ ഡയറക്ടർ ബിനു വി കല്ലേപ്പള്ളിയിൽ, KCCL ഡയറക്ടർ മുഹമ്മദ് നവാസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗത സംഘം കമ്മിറ്റി അംഗം ജോസി മാത്യു നന്ദി അർപ്പിച്ചു. കൺവെൻഷനിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ അടിമാലി.